പലതരത്തിലും കള്ളക്കടത്തുകാർ വിമാനത്താവളത്തിലെ സുരക്ഷാ ഏജൻസികളെയും പരിശോധനാ സംവിധാനങ്ങളെയും കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ ലോകമെമ്പാടും കേൾക്കാറുണ്ട്. നിരോധിത വസ്തുക്കളും അനധികൃത കടത്തും തടയാൻ വിവിധ ഏജൻസികൾ നന്നായി കഷ്ടപ്പെടുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. കൊളംബിയയിലുള്ള റാഫേൽ ന്യൂനസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. ആംസ്റ്റർഡാമിലേക്കുള്ള ഒരു വിമാനത്തിൽ പോകാനായാണ് യാത്രക്കാരൻ എത്തിയത്. കൊക്കൈനുമായി എത്തിയ കൊളംബിയൻ പൗരനാണ് പിടിയിലായത്. മുൻകാല യാത്രാ ചരിത്രവും മറ്റു വിവരങ്ങളും പരിശോധിച്ചപ്പോൾ യാത്രക്കാരനെക്കുറിച്ച് അധികൃതർക്ക് സംശയം തോന്നി. തുടർന്ന് വിമാനത്താവളത്തിൽ എത്തിയ ശേഷമുള്ള ഇയാളുടെ നീക്കങ്ങൾ ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ശേഷം വിശദമായ പരിശോധന ആരംഭിച്ചു. എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല. ഒടുവിലാണ് ഇയാളുടെ മുടിയിൽ അസ്വാഭാവികതയുള്ളതായി സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തമായത്. മുടി ഒറിജിനലല്ല, വിഗ്ഗാണ് ധരിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. തുടർന്ന് കത്രികയുമായി എത്തിയ ഉദ്യോഗസ്ഥർ വിഗ് മുറിച്ചെടുക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുമുണ്ട്. വിഗിനുള്ളിൽ 19 കൊക്കൈൻ ക്യാപ്സ്യൂളുകളാണ് ഒളിപ്പിച്ച് കടത്താൻ ഈ കൊളംബിയൻ പൗരൻ ശ്രമിച്ചത്. ഏകദേശം 10,000 യൂറോ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലഹരി മരുന്ന് കടത്ത്, ലഹരി വസ്തു നിർമ്മാണം, ലഹരി പദാർത്ഥങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.